സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് എത്തി നിൽക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലാണ്. 17-ാം വാർഡിൽ ഈ കുറി മത്സരം കനത്ത ഒരു മത്സരം തന്നെ നടക്കുമെന്ന് മീഡിയ ഫോർ നേരത്തെ പറഞ്ഞിരുന്നു. നിലവിൽ സിറ്റിംഗ് സീറ്റാണ് LDFിൻ്റെ. അത് പിടിച്ചെടുക്കുവാനാണ് UDF ശ്രമിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വാശിയേറിയൊരു മത്സരം തന്നെയാണ് 17-ാം വാർഡിൽ നടക്കുക തന്നെ ചെയ്യാം. ഈ കുറിയും LDF മറുത്തൊന്നും ചിന്തിച്ചിട്ടില്ല. മുൻ മെമ്പർ തന്നെ, മുന്നേ 5 വർഷത്തെ ഉണ്ടായിരുന്ന ആ വാർഡ് മെമ്പർ തന്നെയാണ് പടക്കളത്തിലേക്ക് വീണ്ടും LDF ഇറക്കിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുകയാണ്. ജനിജി, നമസ്കാരം. നമസ്കാരം. എങ്ങനെ ഉണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു തിരക്കൊക്കെ? ഇപ്പോൾ നല്ല ചൂട് പിടിച്ച തിരക്കിലാണ്. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഇപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു, 3ാമത്തെ റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരെയും നേരിട്ട് കണ്ട് നമ്മൾ ഇത്രയും കഴിഞ്ഞ ഈ 5 വർഷക്കാലം നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് എല്ലാവരോടും നേരിട്ട് കണ്ട് അവർ അനുഭവിച്ചറിഞ്ഞവരാണ് എൻ്റെ വാർഡിലെ ജനങ്ങൾ. അവർ അത് മുഴുവനും എനിക്ക് വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി 10 വാർഡുകളോളം നമ്മൾ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10-12 വീട് പണി തീർന്നു. അതുപോലെ തന്നെ നമ്മൾ MLA വഴി ചികിത്സാ സഹായം നമുക്ക് നമ്മുടെ വാർഡിൽ നിരവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വാർഡിനകത്ത് 5 വർഷക്കാലം നിന്നിട്ടുള്ളത്. 22 കുടുംബശ്രീയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇപ്പോൾ 19 കുടുംബശ്രീയിൽ എത്തി നിൽക്കുകയാണ്. അവരെല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് വീണ്ടും എന്നെ സ്ഥാനാർത്ഥിയിലേക്ക് നിർദ്ദേശിക്കാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ 17-ാം വാർഡ് എന്നോടൊപ്പം നിൽക്കും എന്നുള്ള നല്ല ദൃഢനിശ്ചയം എനിക്കുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവുകളും ഞങ്ങൾ നേരുകയാണ്. ഒരു 5 വർഷത്തെ വികസന നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അടുത്ത ഒരു 5 വർഷത്തേക്ക് വീണ്ടും ജയിച്ചു വരുമ്പോൾ എന്തെല്ലാമാണ് വികസന പ്രവർത്തനം മനസ്സിൽ കാണുന്നത്? ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നിരവധി റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷനിൽ നമുക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്ത് വെളിച്ചം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ റോഡുകളും അതോടൊപ്പം ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് റോഡുകളും കൂടി ബാക്കിയുണ്ട്. ആ റോഡുകളും കൂടി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറും. അതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിലും കൂടിയും കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ കുറച്ച് നമ്മുടെ മഴക്കാലത്ത് നമുക്ക് അറിയാം, സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് അതിലേക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിരുന്നോ? നല്ല രീതിയിൽ തന്നെ അവരെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റി അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട്. 70 ദിവസത്തോളമാണ് ഈ പ്രാവശ്യം ക്യാമ്പിൽ നമ്മുടെ വാർഡിലുള്ള 2-3 കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഇനി ആലോചിച്ചിട്ടുള്ളത്, ഞങ്ങൾ ജയിച്ച് വന്ന് ഞങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ നമ്മുടെ JBS സ്കൂൾ കുട്ടികളുടെ പഠനം മുടക്കിയിട്ടുള്ള ഒരു ക്യാമ്പല്ല ഞങ്ങളുടെ മനസ്സിൽ. അതിനു ഉപരി ഞങ്ങൾ അതിനൊരു സംവിധാനം കണ്ടെത്തി നമുക്ക് നമ്മുടെ വാർഡുകളിൽ വരുന്ന വെള്ളം കയറി വരുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങാത്ത രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനാണ് ഇപ്പം ഞങ്ങൾ LDF ആലോചിച്ചിട്ടുള്ളത്. എന്തിനാണെങ്കിലും 5 വർഷത്തെ ഭരണ മികവ്, ഭരണ നേട്ടങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച്, അതായത് ഈ വാർഡിൽ ചെയ്ത സമഗ്ര വികസനമെല്ലാം ഉയർത്തിക്കാട്ടി തന്നെയാണ് ഈ കുറിയും LDF മുന്നോട്ട് ഒരുപടി സഞ്ചരിക്കുന്നത്. എന്തിനാണെങ്കിലും മീഡിയ ഫോർ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. നിലവിലുള്ള ആ ഒരു സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തുവാനാണ് LDF ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ 2, 3, 4 ഘട്ടങ്ങളിലേക്ക് ഓരോ വീടുകളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നല്ലൊരു അഭിപ്രായം തന്നെയാണോ ആളുകളുടെ ഭാഗത്തുനിന്ന്? അതെ, വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും എന്നെ സ്വീകരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളവർ ഞാൻ പറയേണ്ടായി, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന്. നമ്മളോട് ഈ 5 വർഷത്തെ കാലത്ത് നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മളോട് നല്ല സപ്പോർട്ടോട് കൂടി നിൽക്കുന്നത്. എന്തായാലും ഈ വാർഡിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. LDFിൻ്റെ ഒരു ആത്മവിശ്വാസം വലിയ തോതിൽ തന്നെയാണ്. ഈ പറയുന്ന ഈ വാർഡിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങൾ നടത്തിയത് തന്നെ ഈ കുറിയും വോട്ടർമാർ അത് മനസ്സിലാക്കി വോട്ടായി മാറുമെന്നാണ് LDF ക്യാമ്പിലെ 100% വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. മറ്റൊരു പഞ്ചായത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കണ്ടുമുട്ടാം.